കൊല്ലം നീണ്ടകര മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിവസമാണ് തുടരുന്നത്. കഴിഞ്ഞ 3 ദിവസമായാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കുന്നത്. ജൂലൈ 31-നാണ് ഈ ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ആ ദിവസം തന്നെ ഗൗതം കൃഷ്ണയുടെ മുത്തച്ഛൻ്റെ മൃതദേഹം ലഭിച്ചിരുന്നു. പിറ്റേ ദിവസം ഗൗതം കൃഷ്ണയുടെ അച്ഛൻ്റെ മൃതദേഹം ലഭിച്ചിരുന്നു. പക്ഷേ 10 ദിവസമായിട്ടും ഇതുവരെയും ഗൗതം കൃഷ്ണയുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല. അതിനുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ചേർന്നായിരുന്നു ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ തെരച്ചിൽ ഊർജിതമല്ല എന്ന് ഒരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നേവി ഈ തെരച്ചിലിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇവർ സമീപിച്ചിരുന്നു. ആ ഒരു ഇടപെടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് ഇപ്പോൾ നേവി ഇവിടെ തെരച്ചിലിനായി എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഘം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 6 മണിയോടെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നേവിയുടെ മുങ്ങൽ സംഘമാണ് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതിൽ പോർട്ടബിൾ സോണാർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ആ ബോട്ട് എവിടെയാണോ അപകടത്തിൽപ്പെട്ടത് ആ പ്രദേശത്താണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. ആ ഭാഗത്ത് ഇവരുടെ നിഗമനമനുസരിച്ച് ആ ഭാഗത്ത് അടിഭാഗത്ത് പാറയുണ്ട്. അതുപോലെ തന്നെ ആ പാറയിൽ വലയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ വകുപ്പ്, ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ മറൈൻ കോസ്റ്റൽ പോലീസ് അടക്കമുള്ള ആളുകൾ ആ ഒരു നിഗമനത്തിലാണ് ആ ഭാഗത്ത് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. ഈ സ്കൂബ ഡൈവിംഗ് സംഘവും ആ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ തുടരുന്നത്. ഈ ഭാഗത്ത് ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ ഇനി അവിടെ തന്നെ തുടരണമോ അതോ കുറച്ചും കൂടി വൈഡാക്കിയിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തണമോ എന്നുള്ള ഒരു അന്തിമ തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടെ എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയാണ് ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും കനത്ത മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ ശുഭകരമാണ്. നല്ല വെയിലുണ്ട്. ഉയർന്ന തിരമാലകൾ കുറഞ്ഞിട്ടുണ്ട്, ശക്തി കുറഞ്ഞിട്ടുണ്ട് തിരമാലകളുടെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ തെരച്ചിൽ ഊർജിതമാക്കി തന്നെ നടക്കുന്നുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ സംഘത്തിലുണ്ട്. മാത്രമല്ല നമ്മൾ അല്പസമയം മുൻപാണ് ഇവിടെ വന്ന് സന്ദർശിച്ച ശേഷമാണ് ഈ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറും അടങ്ങിയ സംഘം ഈ ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിച്ചത്. അവിടെ പോയാണ് ഈ ഇന്നത്തെ ഓപ്പറേഷൻ എന്താണ്, നേവി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു വിശദീകരണം ആ അമ്മയ്ക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്മ മാധ്യമങ്ങളെ കണ്ടത്. നമ്മൾ ചോദിച്ച ചോദ്യം, ഈ തൃപ്തരാണോ, താങ്കളുടെ ആവശ്യം അംഗീകരിച്ചതിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചതിൽ അവർ പറയുന്നത്, ആവശ്യം നേവി വന്നതിൽ സന്തോഷമുണ്ടെങ്കിലും മകനെ ലഭിക്കുന്നത് വരെ പൂർണ്ണ തൃപ്തി ഈ തെരച്ചിലിൽ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. 10 ദിവസമായി ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ വകുപ്പുകളുടെ ഒരു ഏകോപനമില്ലായ്മയാണ്. അതായത് ഇന്ന് രാവിലെ ഇവർ നേരിട്ട് പരാതിപ്പെട്ടിട്ടാണ് നേവി വരുന്നു എന്നുള്ള വിവരം പോലും ഫിഷറീസ് വകുപ്പിനോ അല്ലെങ്കിൽ മറൈൻ പോലീസിനോ അറിയില്ല എന്നുള്ളൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇന്ന് രാവിലെ 7 മണിക്ക് പുറത്തിറക്കിയ നേവിയുടെ ഒഫീഷ്യൽ റിലീസിൽ അവർ പറയുന്നത് അനുസരിച്ച് അവർ 2 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ നിന്ന് 2 മണിക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിനെ വിവരം അറിയിച്ചു. അവർ ഇടപെട്ടാണ് കൃത്യമായ പോയിന്റ്, എവിടെയാണ് ആ അപകടം നടന്നത്, ആ പോയിന്റ് കാണിച്ചു തന്നത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ് എന്നാണ് നേവിയുടെ ഒഫീഷ്യൽ റിലീസിൽ പറയുന്നത്. അത്തരത്തിലൊരു ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ നേവി അങ്ങനെ ഒരു ആരോപണം തള്ളുകയും കൂടിയാണ്. എന്തായാലും നിലവിൽ ഈ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ് നിലവിലുള്ളത്. കാലാവസ്ഥ ഇനി മഴ മാറി നിന്നിട്ടുണ്ട്. ഉയർന്ന തിരമാല കുറഞ്ഞിട്ടുണ്ട്. തിരമാലയുടെ ഇത് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തോടെ ഏകദേശം ഒരു തീരുമാനം, ഇവിടെയാണോ, ഏത് ഭാഗത്താണ് ഈ മൃതദേഹം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായൊരു വിവരം ലഭിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും കണക്കുകൂട്ടുന്നത്.